ഇന്നത്തെ ശുശ്രൂഷ വെറുതെ ഇരുന്ന് കാണരുതേ. ഇത് കണ്ടോ, ഒന്നെങ്കിൽ കീ ചെയിൻ അല്ലെങ്കിൽ താക്കോല്, ഇതിലെന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ വേണം. പുതിയ വീടിനോ സ്ഥാപനത്തിനോ വാഹനത്തിനോ ആഗ്രഹത്തോടെ വാങ്ങി വച്ചിരിക്കുന്ന താക്കോലുണ്ടെങ്കിൽ അതെടുത്ത് കൈപ്പിടിച്ച് വേണം ഇന്നത്തെ ദൂത് കേൾക്കാൻ. കാരണം ഇതൊരു പ്രോഫറ്റിക്കൽ ആക്ഷനും കൂടെ ഇൻക്ലൂഡഡ് ആയ എപ്പിസോഡാണ്. ലാസ്റ്റത്തെ പ്രെയറിൽ നമ്മൾ അതിനു വേണ്ടിയും കൂടെ സമയം കണ്ടെത്തിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും ഇന്ന് തന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ പരിശുദ്ധമായ വചനം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് എല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. 2 താക്കോലുകൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ താക്കോൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിലിരിക്കുന്ന താക്കോലാണ്. അത് ദാവീദ് ഗൃഹത്തിൻ്റെ രാജകീയ താക്കോലാണ്. ആ താക്കോലിൻ്റെ പ്രാധാന്യത, ആ താക്കോൽ യേശു ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെ അടച്ചാൽ പിന്നെ ആർക്കും അതിനെ തുറക്കാൻ പറ്റത്തില്ല. യേശു ഒന്ന് തുറന്നു വെച്ചാൽ ആർക്കും പിന്നെ അതിനെ അടയ്ക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു പക്ഷേ അടഞ്ഞു പോയിട്ടുണ്ടാകും അല്ലേ? അതോർത്ത് വിഷമിക്കേണ്ട. ദൈവം തുറന്നതല്ലത്. കർത്താവ് തുറന്നതാണെങ്കിൽ അത് അടഞ്ഞു പോകത്തില്ലായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. കേട്ടോ, ഒന്നുകൂടെ അത് മനസ്സിലാക്കിക്കേ. ചിലത് ജീവിതത്തിൽ അടഞ്ഞുപോയി, അതോർത്ത് വിഷമിക്കേണ്ട. അത് ദൈവം തുറന്നതല്ല. ദൈവം തുറന്നതാണെങ്കിൽ ഈ തിരുവെഴുത്തിന് പ്രകാരം അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പിശാചുകൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. മാന്ത്രിക ബന്ധനങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തുള്ള നിയമമണ്ഡലങ്ങൾക്ക് അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. അത് തുറക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ നമുക്കറിയാം, ഇന്നത് തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അതിനെ പൂട്ടിയത് റോമൻ അധികാരമാണ്. പക്ഷേ അതിനെ തുറന്നത് യേശുവിൻ്റെ അധികാരമാണ്. ആഹാ, റോമൻ അധികാരമാണോ യേശുവിൻ്റെ അധികാരമാണോ വിജയിച്ചത്? ഇന്നും ആ കല്ലറ തുറന്നു തന്നെ കിടക്കുന്നു. ദാറ്റ് മീൻസ് യേശു തുറന്നാൽ തുറന്നത് തന്നെയാണ്. തുറക്കപ്പെട്ട യേശുവിൻ്റെ കല്ലറയാണ് ഈ സാഹചര്യങ്ങളിൽ സാക്ഷിയായി നിൽക്കുന്നത്. യേശു അടച്ചാൽ അടച്ചതാണ്, അവിടുന്ന് തുറന്നാൽ തുറന്നതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരത്തിലുള്ള സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പരമാധികാരം ഏന്തപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണ താക്കോലാണ് നമ്മളിവിടെ കാണുന്നത്. സകലത്തിനു മീതെ ദൈവവും രാജാവുമായി യേശു വാഴുന്നതാകയാൽ യേശുവിൻ്റെ കരങ്ങളിലുള്ള ഉന്നതമായ അധികാരത്തെയാണ് ഈ താക്കോൽ പ്രദർശിപ്പിക്കുന്നത്. ക്രിസ്തു മിശിഹയാണ്, രാജാവാണ്. യേശു രാജാവ്, മിശിഹ രാജാതിരാജാവ് തുടങ്ങിയ ആ വലിയ മഹിമയുടെ പദവികളെക്കുറിച്ചുള്ളതായ തെളിവായിട്ടാണ് ഈ താക്കോലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായി യേശു ഇവിടെ പറയുന്നു, അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിലാണ്. 2-ാം താക്കോൽ. ആ താക്കോൽ യേശു ക്രിസ്തു ആരാണ് എന്ന വെളിപ്പാട് പ്രാപിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിൻ്റെ കൈകളിൽ കൊടുത്ത താക്കോലാണ്. ആ താക്കോലിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം എൻ്റെ തീരുമാനമായിരിക്കുമെന്ന് സ്വർഗം ഇവിടെ പറയുകയാണ്. നിങ്ങൾ എടുക്കുന്ന നിർണയം അത് എൻ്റെ നിർണയമായിരിക്കുമെന്ന് കർത്താവ് ഉറപ്പു തരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ അത് ദൈവഹിതപ്രകാരം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളത് രൂപീകരിക്കുമ്പോൾ അതിന് ആകാശത്തിലോ ഭൂമിയിലോ മാറ്റമുണ്ടാവുകയില്ല. സ്വർഗം അതിനെ അറ്റസ്റ്റ് ചെയ്ത് തരികയാണ്. ദൈവം അതിനെ നടപ്പിലാക്കുകയാണ്. അതായത് സഭ ഭൂമിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ആർക്കും ആവുകയില്ല. അതിന് തൊട്ട് മുൻപ് യേശു പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, യേശു ആരാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ താക്കോൽ. ആമേൻ.
നമ്മുടെ കൈകളിലെ താക്കോൽ എന്താണ്? യേശു ആരാണെന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ്. ഈ താക്കോല് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാം, തുറക്കാം, പൂട്ടാം. ആമേൻ. ലോകം പൂട്ടിയാലും നമുക്കതിനെ തുറക്കാം. ആര് ലോക്ക് ചെയ്താലും നമുക്കതിനെ അൺലോക്ക് ചെയ്യാം. ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് പുറകിൽ ബോംബെയിൽ നിന്ന് ഒരു സഹോദരൻ, അദ്ദേഹം ഇൻ്റർനാഷണൽ നിലയിലുള്ളതായ ഓട്ടോമാറ്റിക് ഡോറുകളുടെ സെക്യൂരിറ്റി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി നടത്തുന്ന ആളാണ്. അംബാനിയുടെ വലിയൊരു ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു പ്രൊജക്റ്റിൽ താനായിരുന്നു ആ പ്രൊജക്റ്റ് അദ്ദേഹത്തിന് വേണ്ടി കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തു കൊടുക്കുന്നത്. ഇറ്റാലിയൻ നിർമ്മിതമായിരിക്കുന്ന ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം, അതായത് ഒരു ഒറ്റ വ്യക്തിക്ക് ഒരു ടാബ് ഉപയോഗിച്ച് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുഴുവൻ ഡോറുകളും തുറക്കാനും അടയ്ക്കാനും അതിൻ്റെ സംവിധാനങ്ങൾ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഓട്ടോമാറ്റിക് സംവിധാനത്തെക്കുറിച്ചുള്ളതായ ടെക്നോളജിയാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലുള്ളത്. ഒരിക്കൽ അത് ചെയ്തു വരവേ, അത് ഇനാഗുറേഷനോട് അടുത്തു വരുന്ന സമയത്ത് താൻ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും അവതാളത്തിലായിപ്പോയി. അത് യാതൊരു വിധത്തിലും തനിക്ക് പരിശ്രമിച്ചിട്ടും ആ കാര്യം ഫലപ്രദമാക്കാൻ കഴിഞ്ഞില്ല. എഞ്ചിനീയർമാർ അവർക്ക് അറിയാവുന്നതിൻ്റെ മാക്സിമം വരെ കഷ്ടപ്പെട്ടു. പക്ഷേ തൻ്റെ കൂടെയുള്ള ടീമിനത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇറ്റലിയിൽ നിന്നും അതിൻ്റെ എക്സ്പേർട്സ് വന്നെങ്കിൽ മാത്രമേ ആ കാര്യം സാധിക്കത്തുള്ളൂ എന്നുള്ളതായ നിലയിലേക്ക് എത്തി. അന്ന് രാവിലെ നമ്മളുടെ ശുശ്രൂഷ പത്രോസിനെ ദൂതൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രവചന ദൂതായിരുന്നു. ഈ ദൂത് കേട്ടിട്ട് ആ സഹോദരൻ എന്നെ പ്രാർത്ഥിക്കാനായി വിളിച്ചു. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ ആ ദൈവാലോചനയിൽ ഓട്ടോമാറ്റോസ് എന്നൊരു വാക്ക് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികളുടെ 12-ാം അധ്യായവുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഈ ഓട്ടോമാറ്റോസ് എന്ന് പറയുന്ന വാക്ക് സ്വതവേ തുറന്നു, നഗരത്തിൻ്റെ വാതിൽ സ്വതവേ തുറന്നു എന്നുള്ളതിന് സ്വതവേ എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഓട്ടോമാറ്റോസ്. ഈ ഓട്ടോമാറ്റോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഓട്ടോമാറ്റിക് എന്ന വാക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ കണ്ട് തനിയെ തുറക്കപ്പെടുന്ന സെൻസേർഡ് ആയിട്ടുള്ള ഡോറുകളുണ്ട്. സെൻസറുകൾ ഘടിപ്പിച്ച നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്ന ഡോറുകൾ. ഈ ടെക്നോളജി 2000-ൽ പരം വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന്. അതായത് ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ അത്രമേൽ അഡ്വാൻസ്ഡ് ആണ്. അന്ന് ഈ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ആ ഒരു ദൈവിക വെളിപ്പാട് വെച്ച് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ താക്കോൽ എന്നുള്ള ഉറപ്പോടുകൂടെ അന്ന് പ്രാർത്ഥിച്ചു. ആ അവതാളത്തിലായി പോയ സംവിധാനം സക്സസ് ആയി. ആമേൻ. കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ആ പ്രിയപ്പെട്ടവന് നഷ്ടത്തിൻ്റെ വക്കിൽ നിന്നും ലാഭത്തിലേക്ക് ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ തിരിഞ്ഞു വരുവാൻ കാരണമായി തീർന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താക്കോൽ യേശു ആരാണെന്നുള്ള ബോധ്യമാണ്. അത് മനസ്സിലായവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശു ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കരങ്ങളിൽ ഏത് പൂട്ടും പൊളിക്കാൻ, ഏത് ലോക്കായി പോയ ഏരിയയും അൺലോക്ക് ചെയ്യാൻ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമേറിയ താക്കോലാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിനെ നിങ്ങളുടെ കരങ്ങളിൽ ഫലവത്തായി ഉപയോഗിച്ചുകൊള്ളുക. ഞാനിത് പറഞ്ഞ് ഇതിൻ്റെ ആത്മീക തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനോടൊപ്പം ചില ദൈവികമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാനായി നൽകിയത് നിങ്ങൾക്കോട് ഞാൻ പറയട്ടെ. ഇന്നു മുതൽ മറ്റുള്ള ചിലരുടെ കരങ്ങളിലിരുന്ന താക്കോലുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് പാസ്റ്റർ ഇങ്ങനെ പറയുന്നു? താക്കോൽ എന്ന് പറയുന്നത് ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടുള്ള കീ പൊസിഷൻ എന്ന് പറയുന്നത് പദവിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ദൈവം ചിലരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കും. തൽസ്ഥാനത്ത് നിയമനം ചെയ്യപ്പെടാൻ പോകുന്നവരുടെ പേരിൽ നിങ്ങളുടെ പേരുണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. അതായത് ദൈവം നിന്നെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് ചില സംവിധാനങ്ങളിൽ എത്തിക്കാൻ പോവുകയാണ്. രണ്ടാമതായി ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇതാണ്: ഒരിക്കലും നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല എന്ന് കരുതുന്ന ചില വാതിലുകൾ തുറന്നു വരാൻ പോവുകയാണ്. തിരിച്ച് കിട്ടത്തില്ലെന്ന് കരുതുന്ന നന്മയാകാം, പണമാകാം, മിസ്സായി പോയ ഡോക്യുമെൻ്റ് ആകാം, ഇനി അത് ഒരിക്കലും അത് നേരെ രേഖയിലാകാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്ന ഏതൊരു വിഷയവുമാകാം. പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. തടഞ്ഞു വെച്ച അനുഗ്രഹങ്ങളുടെ പൂട്ടുകൾ പൊട്ടും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. കാരണം കർത്താവ് നിൻ്റെ കരങ്ങളിൽ ഇന്നൊരു താക്കോൽ കൈമാറുകയാണ്. കൈനീട്ടി അതിനെ സ്വീകരിക്കണം. വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ കിടന്ന എത്രയോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നാട്ടിലേക്ക് വരാൻ കഴിയാതവണ്ണം തടയപ്പെട്ട് കിടന്ന അവർക്ക് വേണ്ടി ദൈവം നിയമപരമായ ഓപ്പണിങ്ങുകൾ ഒരുക്കി. അനേക പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് വരികയും ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ സാക്ഷികളാകുകയും ചെയ്തത് ഇതിനോടകം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തടഞ്ഞു വെച്ചിരിക്കുന്ന ചിലത് അൺലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. ശത്രു പിടിച്ചിരിക്കുന്നത് വിട്ടുമാറും. ബന്ധനത്തിൻ്റെ താക്കോലുകൾ പൊട്ടി
തകരും. ദൈവം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വാതിലുകൾ തുറക്കപ്പെടുന്നൊരു ദിവസമാണിത്. ചില ഉടമസ്ഥതകൾ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ആമേൻ. ദൈവം ഇന്ന് പകൽ നിന്റെ കരങ്ങളിൽ പുതിയ ചിലത് ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മൾ താക്കോലുകൾ കരങ്ങളിൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രാധാന്യമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്കൊരു ഭവനമോ നിങ്ങൾക്കൊരു വാഹനമോ നിങ്ങളുടെ ജീവിതത്തിൽ നിലയിലുള്ള ഐശ്വര്യപൂർണ്ണമായ ഒരു ഉയർച്ചയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കീ ചെയിൻ മേടിക്കുക എന്നതാണ്. എൻ്റെ ഭവനം പണിയുന്ന സമയത്ത് എറണാകുളത്തുള്ള പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, ഞാനും എൻ്റെ വൈഫും കൂടെ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ അമ്മ 2 താക്കോലുകൾ എനിക്കെടുത്ത് തന്നു. താഴും താക്കോലും എടുത്തു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിത് മോന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ താക്കോല് ഈ താഴും മോന് ദൈവം ഒരു ഭവനം തരാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. വിശ്വാസത്തോടെ ഞാനത് സ്വീകരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ താക്കോൽ എൻ്റെ കരങ്ങളിൽ വന്നതൊരു ദൈവപ്രവൃത്തിയായിരുന്നു. പ്രാർത്ഥിച്ച് വിശുദ്ധയായൊരു ദൈവദാസി എൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തന്ന ആ താഴും താക്കോലും എനിക്കൊരു ഭവനമായി രൂപാന്തരപ്പെട്ടു. എനിക്കൊരു മനോഹര വാഹനമായി രണ്ടാമത് രൂപാന്തരപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ചില വിശ്വാസത്തിൻ്റെ പൊട്ടത്തരങ്ങൾ കാണിക്കാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ. നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്നൊരു മിറക്കിൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും. പുതുമയുള്ള ഒന്ന് വരും. അതൊരു പക്ഷേ വീടാകാം, ഒരു വാഹനമാകാം, ഒരു സ്ഥാപനമാകാം, ഒരു പദവിയാകാം, ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥാനമാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതുമല്ല എങ്കിൽ ദൈവം തന്നെ ഏൽപ്പിക്കാൻ പോകുന്ന മനോഹരമായൊരു വലിയ ശുശ്രൂഷയാകാം. നമുക്കിത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളുടെ കരങ്ങളിലിരിക്കുന്ന ഈ താക്കോൽ കൂട്ടങ്ങളെ ഞാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവ് ഇതിനെ വർദ്ധിപ്പിക്കണമേ. ഇതിൻ്റെ പിന്നിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളതായ സ്വപ്നങ്ങളെ സഫലമാക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങളെ ദൈവം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കണമേ. ദാവീദിൻ്റെ താക്കോൽ കയ്യിലേന്തിയ കർത്താവേ, പത്രോസിൻ്റെ കയ്യിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്ത നസറേനായ യേശുവേ, കീ പൊസിഷനുകളിലേക്ക് ഞങ്ങളെ ഉയർത്തുന്ന നല്ല നാഥ, അങ്ങയുടെ മക്കൾക്ക് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഇവർ താഴും താക്കോലും പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ മേലൊരു വലിയ വിടുതലും വിശാലതയും പുതിയ ഭവനപരമായ അനുഗ്രഹങ്ങളും ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയ രാഷ്ട്രങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എഫഥ എന്ന വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓട്ടോമാറ്റോസ് എന്ന വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇത് പുതിയ സാക്ഷ്യങ്ങളുടെ പുലരിയാണ്. ഇത് പുതിയ ദൈവപ്രവൃത്തിയുടെ വാക്കുകൾ പറയുവാനുള്ള സമയമാണ്. ദൈവം അതൊരുക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹലോ, നിങ്ങളുടെ സന്തോഷ വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണേ. അപ്പോൾ എന്നെ ഇത് വിളിച്ചറിയിക്കണം. നിങ്ങളുടെ അത്ഭുതങ്ങളെ കമൻറ്റുകൾ ചെയ്യണം. ഹിന്ദിയിൽ നമ്മുടെ ചാനൽ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ മറ്റുള്ള ഹിന്ദിയിലുള്ള നിങ്ങളുടെ സ്നേഹിതർക്ക് അത് ഷെയർ ചെയ്യണം. ആദ്യമായതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് കൂട്ടായ്മയുണ്ട് കേട്ടോ. കോട്ടയത്ത് IMA ഹാളിലാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. യേശു ക്രിസ്തു നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.